സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരപ്രവർത്തനമെന്ന് ചരിത്രം വിലയിരുത്തിയ ഗാന്ധിവധം ലോകം വിറങ്ങലിച്ച ഇന്ത്യൻ ഗൂഢാലോചനയുടെ ചുരുളഴിക്കുന്നതാണ് വിനോദ് കൃഷ്ണയുടെ 9mm ബെരേറ്റ എന്ന നോവൽ. ഗാന്ധിയുടെ വധത്തിന് ശേഷം നെഹ്റു ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു, നമ്മുടെ ജീവിതത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ഒരു മഹാപ്രകാശം അസ്തമിച്ചിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെ നിർണയിച്ച, ഇന്ത്യൻ നൈതിക മൂല്യങ്ങളെ, ധാർമ്മികതയെ ഒക്കെ ശക്തിയായി മുന്നോട്ട് നയിച്ച ആ ഗാന്ധിയൻ ആദർശ ലോകത്തെ പല നിലയിൽ ഇല്ലായ്മ ചെയ്യാനുള്ള പല രാഷ്ട്രീയ പ്രയോഗങ്ങൾക്കാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് നാം ഇന്ത്യക്കാർ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യൻ ജീവിതത്തിൻ്റെ ഈ നിസ്സഹായാവസ്ഥകൾക്കിടയിൽ നിന്ന് പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും നിരവധി സർഗാത്മകാവിഷ്കരണങ്ങൾ നടക്കുകയുണ്ടായി. ഒരുപാട് എഴുത്തുകാർ തോക്കിൻകുഴലിനു മുന്നിലും വാളിനു മുന്നിലും ജീവൻ പൊലിഞ്ഞു പോയവർ, നിരോധിക്കപ്പെട്ട പുസ്തകങ്ങൾ, കലകൾക്കുമേൽ ജനകീയമായ ആൾക്കൂട്ട ആക്രമണങ്ങളുണ്ടായി. ഈ തുടർച്ചകൾക്കിടയിലാണ് നാം വിനോദ് കൃഷ്ണയുടെ 9mm ബെരേറ്റ എന്ന നോവലും വായിച്ചു തുടങ്ങിയത്. പക്ഷേ ഇന്ന് 2024 ഇന്ത്യൻ ജനാധിപത്യം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അന്ന് നെഹ്റു പറഞ്ഞ തൊട്ടടുത്ത വാക്യത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഗാന്ധിയൻ പ്രകാശം ഭാവിയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. തീർച്ചയായും ആ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പടവിലിരുന്നു കൊണ്ടാണ് വിനോദ് കൃഷ്ണയുമായിട്ടുള്ള ഈ സംസാരം. എന്തുകൊണ്ട് 9mm ബെരേറ്റ എന്നാണ് എൻ്റെ ആദ്യ ചോദ്യം. ഒരു നീണ്ട ചോദ്യമാണ്. സത്യത്തിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളത് ഒരു കലാപ പ്രചോദിതമായ മനസ്സുള്ള ഏതൊരു എഴുത്തുകാരൻ്റെയും കലാവിഷ്കാരം നടത്തുന്ന ആളുകളുടെയും ഒരു ആഗ്രഹമായിരിക്കും. അത്തരമൊരു ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ഒരു നോവൽ ഒരു പദ്ധതിയായി എൻ്റെ ഉള്ളിൽ വരാനിടയാക്കിയത്. അപ്പോൾ ബെർത്തോൾഡ് ബ്രെഹത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട്, കെട്ട കാലത്ത് പാട്ടുകൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ കെട്ട കാലത്തും പാട്ടുകൾ ഉണ്ടാകും, അത് കെട്ട കാലത്തിൻ്റെ പാട്ടുകളായിരിക്കുമെന്നാണ്. എന്നെ സംബന്ധിച്ച് 9mm ബെരേറ്റ എന്ന് പറയുന്നത് ഈ കെട്ട കാലത്തിൻ്റെ ഒരു പാട്ടാണ്. തീർച്ചയായും ഈ നോവൽ ഒരുപക്ഷെ മറ്റ് നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രമാണ് ഇതിൻ്റെ ഒരു മുഖ്യ പ്രതിപാദ്യമായി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരാൾക്ക് തൻ്റെ ശീതീകരിച്ച മുറിയിൽ നിന്നൊരു എഴുത്തുകാരന് ധ്യാനാത്മകമായി ആലോചിച്ച് ഭാവന ചെയ്ത് ചെയ്യാവുന്ന ഒരാഖ്യാനമല്ല എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം. മറിച്ച് ചരിത്രത്തിൻ്റെ ഒട്ടേറെ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങനൊരു ഫിക്ഷൻ സാധ്യമാകൂ. അപ്പോൾ ഇതിനു വേണ്ടി എടുത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആലോചന, ഈ തോക്ക് അല്ലെങ്കിൽ ഗാന്ധിയെ കൊന്ന തോക്ക് ഒരു മഹാഖ്യാനമായി മാറ്റണമെന്ന ഒരാലോചന ആരംഭിച്ച ഒരു സന്ദർഭം ഉണ്ടാവില്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ചുറ്റുപാടുകളിൽ നാം കാണുന്ന അക്രമങ്ങൾ, ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ആൾക്കൂട്ട വിചാരണകൾ, അപ്പോൾ ഇതൊക്കെ അടയാളപ്പെടുത്തുക എന്നുള്ളത് ഒരു ആക്ടിവിസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് എൻ്റെ ഒരു ദൗത്യമായി തീർന്നത് സത്യത്തിൽ ഗാന്ധി മ്യൂസിയം സന്ദർശിച്ച സമയത്താണ്. കാരണം ഈ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച തോക്കിൻ്റെ എവിടെയായിരിക്കും ആ തൊണ്ടി മുതൽ എന്നുള്ളൊരു അന്വേഷണം ആണ് ആദ്യം ആരംഭിച്ചത്. ഇങ്ങനെയുള്ളൊരു വിത്ത് എൻ്റെ ഉള്ളിലും വന്ന സമയത്ത് അത് ഒരു വലിയ ആഖ്യാനമായി തീരാൻ ഇടയാക്കിയത് ആ ഗാന്ധി മ്യൂസിയത്തിലേക്കുള്ള എൻ്റെ യാത്രയായിരുന്നു. അപ്പോൾ അവിടെ രക്തസാക്ഷി ഗാലറിയിൽ ഈ തോക്ക് 1997 വരെ അവിടുത്തെ രക്തസാക്ഷി ഗാലറിയിൽ അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസം അദ്ദേഹം അണിഞ്ഞ വസ്ത്രം, കയ്യിലുണ്ടായിരുന്ന വാച്ച്, തുപ്പൽ കോളാമ്പി, ചെരുപ്പ്, ഇതെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ അദ്ദേഹം അന്ന് അണിഞ്ഞ വസ്ത്രത്തിൻ്റെ മേലെ ചൂര പുരണ്ട ആ വസ്ത്രവും ഒക്കെ ആ രക്തസാക്ഷി ഗാലറിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പൊടുന്നനെ ഒരു നാൾ ഈ തോക്കും അദ്ദേഹത്തിന് ഏറ്റ 3 ഉണ്ടകളിൽ ഒന്നും അപ്രത്യക്ഷമാകണം. അപ്പോൾ ഇത് ഇരുമ്പ് ലോക്കറിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ ലൈവ് മ്യൂസിയം സന്ദർശിച്ച സമയത്ത് ജയമേനോനുമൊത്താണ് ഞാൻ പോയത്. എൻ്റെ സുഹൃത്താണ്. അവർ ഈ നോവൽ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റിസർച്ചിന് എൻ്റെ കൂടെ നിന്ന ആളാണ്. അപ്പോൾ അവരൊന്നിച്ചാണ് ഞാൻ അവിടെ പോയത്. അപ്പം അവിടെ അന്ന് അതിൻ്റെ ക്യൂറേറ്ററായിരുന്ന മുഹമ്മദ് അൻസാരി എന്ന് പറയുന്ന ആൾ കുറേ അടുപ്പം ഞങ്ങളോട് കാണിച്ച, കാരണം ഒരു നിത്യസന്ദർശകനായിരുന്നു. ഞാൻ
കുറച്ച് ദിവസങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് അവിടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുകയും അദ്ദേഹം പറഞ്ഞത് 1997 ആണ് ഈ തോക്ക് എടുത്ത് ലോക്കറിൽ വെച്ചത്. അത് അവിടെ തന്നെയുള്ള ഒരു ഇരുട്ടുമുറിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് പ്രതിലോമകരമായൊരു ചിന്ത ഇത് കാണുന്ന ആളുകൾക്കുണ്ടാവുന്നു എന്ന് പറഞ്ഞാണ് ഈ തോക്ക് അവിടെ നിന്ന് എടുത്തു മാറ്റിയത്. അതൊരു പൊളിറ്റിക്സ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, ഈ തോക്ക് യാഥാർത്ഥ്യത്തിൽ അത് ഏത് പ്രത്യയശാസ്ത്രം ഹൃദയത്തിൽ പേറുന്ന ആളുകളാണ് ഈ തോക്ക് കൈകാര്യം ചെയ്തത്, ആരാണ് ഗാന്ധിയെ കൊന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു തെളിവായിട്ട് ഒരു ഇന്ത്യയുടെ ഒരു പൊതു സ്വത്തായിട്ട് അത് വെക്കേണ്ടതാണ്. അത് വെറും ഒരു തൊണ്ടി മുതലല്ല. ലോകത്തെല്ലായിടത്തും നടന്ന വലിയ അസാസിനേഷനുകളിൽ അതിന് ഉപയോഗിച്ച ആയുധങ്ങൾ, ആ സ്ഥലങ്ങൾ, ആ കൊലയാളികൾ വന്ന വാഹനങ്ങളൊക്കെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ സാമൂഹ്യമായൊരു ഓർമ്മയാണ്. അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന ഒരു വലിയ ഒരു ജ്വാലയാണത്. ആ ജ്വാലയിൽ നിന്നാണ് നാം നമ്മുടെ രാജ്യം എന്തായിരുന്നു, ഈ രാജ്യത്ത് എന്താണ് നടന്നത്, ആരാണ് ഈ രാജ്യദ്രോഹികൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇത്തരം അസാസിനേഷനുകളിൽ അവർ ഉപയോഗിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ അടയാളങ്ങളായി അവശേഷിക്കുന്ന ഇത്തരം ആയുധങ്ങളായിരിക്കും. അങ്ങനെ ഒരു ആയുധം എടുത്തു മാറ്റുക എന്ന് പറയുന്നത് ഗാന്ധിയുടെ ജീവിതത്തെ എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ട് ഈ തോക്ക് വീണ്ടും ഗാലറിയിൽ കൊണ്ടുവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളൊരു കലാപ പ്രചോദിതമായൊരു ആഗ്രഹമാണ് സത്യത്തിൽ എനിക്ക് ആദ്യം ഉണ്ടായത്. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എപ്പോഴും ഈ കലയിൽ നമ്മുടെ ഒരു ചരിത്രത്തെ, ഒരു മറച്ചു വെച്ചൊരു സത്യത്തെ അടയാളപ്പെടുത്തുമ്പോൾ ഒരു കലാവിഷ്കാരം എന്ന നിലയിൽ അത് പല രീതിയിൽ വായിക്കപ്പെടുകയും അത് നമ്മുടെ കാലശേഷവും അത് അവിടെ ഒരു അടയാളമായി അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു തൂവൽ അവശേഷിപ്പിക്കുക എന്നുള്ളത് ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു. മാത്രമല്ല, ഈ ഫാസിസത്തിനെതിരെയുള്ള ഒരു സമരമായിട്ട് ഒരു എഴുത്ത് എങ്ങനെയാണ് മാറുന്നത് എന്നതിൻ്റെ അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ സാഹിത്യ ലോകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ദ പ്രസിഡൻറ്റ് പോലുള്ള കൃതികൾ നമ്മളെടുത്ത് വായിക്കുമ്പോൾ, അല്ലെ അയൺ ഹീൽ പോലുള്ള കൃതികൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ എങ്ങനെയാണ് ഒരു കലാവിഷ്കാരം നിലനിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരം കലാവിഷ്കാരങ്ങളെ ഒരു ഫിക്ഷനായി അവതരിപ്പിക്കുമ്പോൾ ഒരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചാൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ആനന്ദവും ആ ഒരു ഓർമ്മയും നമ്മുടെ ഉള്ളിൽ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയുള്ളൊരു എൻ്റെ ഒരു ഇൻഡ്യൂഷനിൽ നിന്നാണ് സത്യത്തിൽ ഇതിൻ്റെ ആഖ്യാനം ഇത്ര വലുതായി മാറിയത്. തീർച്ചയായും. അപ്പോൾ ഇങ്ങനൊരു നോവൽ ഇപ്പോൾ ഒരു ചരിത്രത്തെ ആശ്രയിച്ചുകൊണ്ട് എഴുതുന്നതാണ്, ഒപ്പം തന്നെ ഒരു ഫിക്ഷനാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. ഇപ്പോൾ ഈ നോവൽ നോക്കിയാൽ ആഖ്യാനത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് രണ്ടുപേരുടെ യാത്രയാണ്. അതായത് കാലിഫോർണിയയിൽ നിന്നും ഗൂഗിളിൽ നിന്ന് രാജിവെച്ച് ഇന്ത്യയിലേക്ക് വരുന്ന രണ്ട് ടെക്കികൾ, വിമൽ വൻസാരയും ശിവറാം ഗോദ്രയും. അവരുടെ യാത്രയുടെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ മറ്റൊരു യാത്ര തൊട്ടടുത്ത അധ്യായത്തിൽ ചരിത്രത്തിലേക്ക് പോവുകയാണ്. അതായത് ഗോഡ്സെയുടെയും നാരായൺ ആപ്തയുടെയും ഗാന്ധി വധക്കേസിലെ പ്രധാനികളായിട്ടുള്ള ആളുകളുടെ യാത്രയും കൂടി ചേർത്ത് വെക്കുന്നു. പിന്നീടുള്ള അധ്യായങ്ങൾ ഇങ്ങനെ ചരിത്രവും സമകാലിക ഇന്ത്യയും കൂടി ചേർത്ത് അല്ലെങ്കിൽ വിളക്കി ചേർത്തുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചരിത്രത്തെ അതേ രീതിയിൽ ആവിഷ്കരിക്കുമ്പോൾ സമകാലികതയെ പ്രതീകാത്മകമായിട്ടാണ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ടാവില്ല. ഒരു ഭാഗത്ത് ചരിത്രം ഒരു അപനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിൽ നിന്നാണ് ചരിത്രത്തിൻ്റെ ഈ സൂക്ഷ്മതലത്തിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ആശ്രയിച്ചിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ ഉണ്ടാവും. ഇതിനകത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഫോട്ടോഗ്രാഫുകൾ, സിനിമകൾ, ലിറ്ററേച്ചർ, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാഹരണത്തിന് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് ചലഞ്ചിങ് ആണ്. ആ ഒരു കാര്യത്തിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ആയി തോന്നി, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ 1500 സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫുകൾ ഇതിനകത്ത് ഉപയോഗിച്ചു എന്ന് പറയുന്നു. എന്താണ് അത്തരം ഒരു മറ്റെഴുത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫോട്ടോഗ്രാഫുകളെ ആശ്രയിക്കുന്നു? കാരണം ഞാൻ ജീവിക്കാത്ത ഒരു കാലഘട്ടത്തിൽ, എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളിൽ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പിരീഡ് ആവിഷ്കരിക്കുമ്പോൾ അതിനോട് നീതി പുലർത്തുക എന്നുള്ളത് ഒരു ചരിത്ര
ചരിത്ര ആഖ്യാനത്തിൽ നിന്നുകൊണ്ട് ഫിക്ഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ബോധമലിനീകരണം നടക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ ഗാന്ധിയെ വധം എഴുതുമ്പോൾ അതിൻ്റെ കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളത് കൂടാതെ അല്ലെങ്കിൽ അന്നത്തെ FIRൽ ഉള്ളത് കൂടാതെ ഞാൻ എന്തെങ്കിലും ഒരു ഫിക്ഷണലൈസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും മറ്റൊരു തരത്തിലൊരു അപനിർമ്മാണമായി തീരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ 7 Hours to Rama എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്, ഒരു സിനിമ. ആ സിനിമയിൽ ഗാന്ധി വധമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ഗാന്ധിയെ കൊന്നതിന് ശേഷം ബോധം കൊണ്ട് വിവശനായ ഗോഡ്സെ ഗാന്ധിയുടെ ആ വെടിയേറ്റ ശരീരവുമായി ആശുപത്രിയിൽ പോകുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണമൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലൊരു വളരെ തെറ്റായ ഒരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം ബോധമലിനീകരണം നടത്തുന്ന ആളുകൾക്കെതിരെയുള്ളൊരു സമരമായ ഒരു കൃതി നാം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ കൃതിയിൽ തന്നെ അത്തരത്തിലുള്ളൊരു മാനിപ്പുലേഷൻ ഉണ്ടാവുക എന്നുള്ളത് അത് നാം ചരിത്രത്തോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചരിത്രത്തിൻ്റെ ലൂപ്പ് ഹോളുകളിൽ ഫിക്ഷൻ നിറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ സമീപിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ മനോരമ സാൽവിയും വിമൽ വൻസാരയും അല്ലെങ്കിൽ വിമൽ വൻസാരയും മേധാ കോലയും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ നാരായണ ആപ്തയും മനോരമ സാൽവിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവർ പോയ ഇടങ്ങളൊക്കെ ഈ FIRൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഈ കപൂർ കമ്മീഷൻ വിസ്തരിച്ച സമയത്ത് കിട്ടിയിട്ടുള്ള ഡാറ്റകൾ ഒക്കെ ഉപയോഗിച്ച് അത് അതിൻ്റേതായ കൃത്യതയോടുകൂടി തന്നെയാണ് അത് പ്ലേസ് ചെയ്തത്. പക്ഷേ അവർ ഈ മുറിൻ്റെ ഉള്ളിൽ അവർ ഒന്നിച്ച് മുറിയെടുത്ത് അതിനുള്ളിൽ കഴിഞ്ഞ സമയത്ത് അതിനുള്ളിൽ എന്താണ് നടന്നത് എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൻ്റെ രേഖകളിലൊന്നും തന്നെ ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു മുറിൻ്റെ ഉള്ളിൽ എന്താണ് നടന്നത് എന്നുള്ള ഇടത്ത് മാത്രമേ ഈ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഫിക്ഷൻ നിറച്ചിട്ടുള്ളൂ. അത് അടുത്ത ദിവസം അവരുടെ ആക്ട് എന്താണോ എന്നുള്ളതിനെ നീതീകരിക്കുന്ന രീതിയിലുള്ളൊരു തീരുമാനമായിരിക്കും എന്തായാലും ആ മുറിക്കുള്ളിൽ നടന്നിട്ടുണ്ടാവുക. അത് ഒരു കാമുകനും കാമുകിയും ആണെങ്കിലും അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിലും അവരൊരു അടഞ്ഞ ഇടത്ത് എന്താണ് സംസാരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ആവിഷ്കാരം ഞാൻ നടത്താൻ എനിക്ക് ഒരു ധൈര്യം കിട്ടിയത് അടുത്ത ദിവസം അവരെന്ത് ചെയ്തു എന്നുള്ളത് ചരിത്രത്തിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലാണത്. പിന്നെ ഈ ഹെൻറി ബ്രസൻ പോലുള്ള വലിയ മഹാനായ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറുടെ 1500ഓളം ഫോട്ടോഗ്രാഫുകൾ എനിക്കത് കിട്ടിയത് തന്നെ ഞാൻ ഒരു വ്യാജ ഇമെയിൽ ID യിൽ, സാങ്കല്പിക ഇമെയിൽ ID യിൽ ഞാൻ ബ്രസൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു Gmail ID യിൽ ഒരു മെയിൽ അയക്കുകയാണ്. ആ മെയിൽ അയക്കുമ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മെയിൽ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ കാവ്യനീതികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു സത്യത്തെ തേടി പോകുമ്പോൾ ആ സത്യം നമ്മളെ തിരഞ്ഞു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബ്രസൻ ഫൗണ്ടേഷനിൽ നിന്ന് ഇത്രയധികം ഗൂഗിൾ ഡോക്കിൽ അവർ എനിക്ക് ഇത്ര ഫോട്ടോഗ്രാഫുകൾ അയച്ചു തരികയാണ്. അത് റെസൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള ഫയലുകളാണ്. പക്ഷേ എൻ്റെ ഒരു ഹോണസ്റ്റി മനസ്സിലാക്കിയിട്ട് അവർ പിന്നീട് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള പാകത്തിൽ ഈ പടങ്ങൾ അയച്ചു തരികയുണ്ടായത്. അപ്പോൾ ആ പടങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആളുകൾ, നിരാലംബരായ മനുഷ്യർ ഈ ഭരണകൂടം മാറിയപ്പോഴും അവരുടെ ജാതീയമായിട്ടുള്ള ബ്രാഹ്മണിക്കളായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കീഴിൽ ജീവിക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് ഞെരുങ്ങി ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഈ ഫോട്ടോഗ്രാഫ് കാണുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇത്രയധികം ഫോട്ടോഗ്രാഫ് ഞാൻ അത് നിരീക്ഷിച്ചപ്പോൾ തന്നെ എനിക്ക് ഒറ്റയടിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ അതിലൊരു 10ഓളം ഫോട്ടോഗ്രാഫുകൾ ഞാൻ നിരത്തിയിട്ടാൽ നമുക്ക് മനസ്സിലാവും ആ സ്ട്രീറ്റിൽ നടക്കുന്ന ആളുകൾ മുഴുവൻ വളഞ്ഞിട്ടാണ് നടക്കുന്നത്. നിവർന്ന് നടക്കാൻ ധൈര്യമില്ലാത്ത ഒരു ജനതയായിരുന്നു 1947 മുതൽ വളരെ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ വളഞ്ഞു നടക്കുന്ന ആളുകൾ അനേകമുള്ളൊരു രാജ്യമായതുകൊണ്ടാണ് 10 വർഷക്കാലം ഈ ഫാസിസ്റ്റുകൾക്ക് ഇത്രയും ക്രൂരമായിട്ട് ഈ ഇന്ത്യയെ നശിപ്പിക്കാൻ സാധിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വളഞ്ഞു നടക്കുന്ന മനുഷ്യരെ നിവർന്ന് നടക്കുന്ന മനുഷ്യരാക്കാൻ വേണ്ടി കൂടിയാണ് അത്. എൻ്റെ ഒരു കലാപപ്രചോദിതമായൊരു ആഗ്രഹമാണ് ഈ നോവൽ ഞാൻ എഴുതിയത്. പലപ്പോഴും ഇങ്ങനെ, അതായത് ഒരു എഴുത്തിനെ സമരമായി കാണുന്ന മനുഷ്യന്മാർ അത് സ്വാഭാവികമായും ഒരു പ്രചരണ സാഹിത്യമായിട്ട് അല്ലെങ്കിൽ വളരെ പൊളിറ്റിക്സ് നേരിട്ട് പറയുക, അതിനകത്ത് വളരെ ഫിക്ഷനകത്ത് സൂക്ഷ്മമായി ഒളിപ്പിച്ച് വെക്കുന്നതിന് പകരം ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ വെളിപ്പെടാത്തതിനെയൊക്കെ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിക്കുന്നു, സിനിമകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ വിനോദ് പറയുന്നത് പോലെ പലതരം ഏരിയകളിലേക്ക് ഒരു എഴുത്തുകാരൻ പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ
സാഹിത്യമെന്ന ഒരു വ്യവഹാരത്തെ ഈ പ്രചരണ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നോവൽ എന്ന് പറയുന്ന ഒരു ശീർഷകത്തിന് കീഴിൽ കൊണ്ടുവരാവുന്ന ഒരു നോവൽ, അതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. അതായത് തൻ്റെ എഴുത്ത് കൃത്യമായൊരു പൊളിറ്റിക്സ് നേരിട്ട് പറയുന്നു എന്നുള്ളത്, അത് എങ്ങനെയാണ് അത് എഴുത്തുകാരിലുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇത് നോവൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഇപ്പോഴും ആളുകൾ വായിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ചരിത്ര നോട്ട്സ് അല്ല, ഒരു ചരിത്ര പുസ്തകമല്ല. കാരണം റോമില താപ്പറുടെ പുസ്തകം വായിക്കുന്നത് പോലുള്ളൊരു ആക്യുറസി എന്തായാലും ഫിക്ഷൻ ഉണ്ടാവില്ല. അത് ഈ നോവലില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ സൗന്ദര്യാത്മകമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ പോയട്രി ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടൊരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കവിതകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊരു നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു രൂപം എന്ന് പറയുന്നത്, സാഹിത്യ രൂപം എന്ന് പറയുന്നത് കവിതയാണെന്ന് തന്നെയാണല്ലോ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കവിതാശകലങ്ങൾ അനേകം എനിക്ക് ഇതിൽ ധൈര്യപൂർവ്വം അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരു ആഖ്യാനം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രൊപ്പഗാൻഡ സാഹിത്യമായി മാറാതെ അതെങ്ങനെ അതിൻ്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് എഴുതാമെന്നുള്ളതിൻ്റെ ഒരു പാഠം ആ ഒരു 10 ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഇതിനൊരു ക്രാഫ്റ്റ് വന്നത്, അതിനൊരു ഭാഷ പ്രത്യേകമായി രൂപപ്പെട്ടു വന്നത്. അതിൻ്റെ മുമ്പേ ഒന്നും ഈ നോവൽ എഴുതി പരിചയമുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ ഒരു ബൃഹത്തായ ആഖ്യാനം ഉണ്ടാക്കുമ്പോൾ അത്തരത്തിലുള്ള നറേറ്റീവിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഒരു ജാഗ്രത അറിയാതെ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു 1948 ഒരു ചാപ്റ്റർ ആവുകയും പിന്നെ 2017 വേറൊരു ചാപ്റ്റർ ആവുകയും വീണ്ടും അത്തരത്തിലുള്ള ആ ഒരു ജുറ്റോ ബോക്സ് ചെയ്തിട്ട് പീരീഡിനെ ആവിഷ്കരിക്കാനായിട്ട് ഈ ഒരു ക്രാഫ്റ്റ് അങ്ങനെ കൊണ്ടുവന്നത്. ഈ പീരീഡിനെ ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിൽ വളരെ ചലഞ്ചിങ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അന്നത്തെ കാലം അതൊക്കെ കണ്ടെടുക്കുന്നതിൽ ഉണ്ടാകുന്ന ആ സമയത്ത് എന്താ പറയുക, ഒരുപക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും നോവലിൽ ചേർത്ത് വെക്കാൻ പറ്റില്ല. ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അങ്ങനെ ഈ നോവലിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കാം ഒരുപക്ഷെ ഈ നോവലിനേക്കാൾ എഴുതിയതിനേക്കാൾ കൂടെ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും വളരെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഈ നോവലിനകത്തേക്ക് ചേർത്ത് വെക്കാൻ പറ്റാതെ പോയ വലിയ ജീവിതാനുഭവങ്ങൾ ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല ഈ യാത്രയിൽ? ഉണ്ട്. അതിൽ ഞാൻ മുംബൈയിൽ മെട്രോ തിയേറ്ററിലാണ് ഗോഡ്സെ അവസാനമായി സിനിമ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തിയേറ്ററിൽ പോയിട്ട് അദ്ദേഹം സിനിമ കണ്ടത് ഏത് സിനിമയാണ് എന്ന് ഉള്ളത് FIRൽ ശരിക്കും വരേണ്ടതാണ്. കാരണം പിന്നീട് അല്ലെങ്കിൽ ഒരു ചരിത്ര അന്വേഷകർ അത് കണ്ടെത്തി അത് എവിടെയെങ്കിലും അടയാളപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ അലഞ്ഞ് അവിടെ ചെന്ന് അതിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചപ്പോഴും അങ്ങനെ ഒരു ഡാറ്റ ഇല്ല. അപ്പോൾ അന്ന് അവിടെ 1947 ജാനുവരിയിൽ കളിച്ച സിനിമ ഏതാണ്, മെട്രോ തിയേറ്ററിലെ സിനിമ ഏതാണെന്നുള്ള ആ മാസം കളിച്ച സിനിമകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിലും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമ ഇദ്ദേഹം കാണുന്നതായിട്ട് എഴുതാം. കാരണം അതിന് വേറൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഒരു ന്യൂ റിയൽ സിനിമയാണ്. പക്ഷേ ഞാൻ പിന്നീട് അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഗാന്ധി മരിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ ജനുവരി 30 ശേഷമാണ് ബൈസിക്കിൾ തീവ്സ് റിലീസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ട് വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് അല്ലാതെ വരും. പിന്നീട് ആരെങ്കിലും അത് കണ്ടെടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ കലാവിഷ്കാരങ്ങളിൽ അത്തരത്തിലുള്ള അപനിർമ്മിതിയൊക്കെ ആവാം, അങ്ങനെ ഒരു മെറ്റഫറൊക്കെ കൊണ്ടുവരാം നമുക്ക്. പക്ഷേ അത് ഈ ഒരു ആഖ്യാനത്തിൽ അങ്ങനെ വേണ്ട എന്നുള്ള ആക്യുറസി മാക്സിമം കീപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് വന്നത്. അപ്പോഴാണ് ഈ ഗോഡ്സെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന സ്കാർഫേസ് പോലുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ സ്കാർഫേസ് ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ, ഇന്ത്യയിൽ ഹിച്ച്കോക്കിൻ്റെ സിനിമ. അപ്പോൾ അത് ആയിരിക്കും അദ്ദേഹം കണ്ടത്. അത് വയലൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ധാരാളം കണ്ടിരുന്ന ഒരാളാണ് ഗോഡ്സെ. അങ്ങനെയാണ് ആ സിനിമ ആയിരിക്കും ഇദ്ദേഹം കണ്ടു എന്നുള്ളൊരു നിഗമനത്തിലെത്തുകയും അത് എഴുതുകയും ചെയ്തു. അങ്ങനെ അത്തരത്തിൽ ചില സൂത്രപ്പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഫാക്ട് ചെക്കിംഗ് പോലെയാണ് അത് ഒക്കെ കൊണ്ടുവന്നത്. കാരണം അത് എഴുതുന്നത് പലപ്പോഴും അങ്ങനെ നമുക്കൊരു ഇൻഡ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ അത് പിന്നീട് അത് സത്യമായി തീരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പെരുമ്പടം ശ്രീധരനെ പോലുള്ള റൈറ്റേഴ്സൊക്കെ അങ്ങനെ റഷ്യയിൽ പോവാതെ അവിടുത്തെ കാര്യങ്ങൾ എഴുതിയിട്ട് പിന്നീട് അവിടെ ചെന്ന സംഭവം അതേപോലെയുള്ള കാര്യങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എഴുത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്കാർഫേസ് എന്ന് പറയുന്ന സിനിമയാണ് അവസാനമായിട്ട് ഗോഡ്സെ കണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഗാന്ധി എന്ന മഹാത്മാവിനെ ലോകം തിരിച്ചറിഞ്ഞത് ഗാന്ധിയെക്കുറിച്ചൊരു സിനിമ റിച്ചാർഡ് അറ്റൻബറോ ചെയ്തത് കൊണ്ടാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്ത് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ ഈ നോവലിലേക്ക് വന്നാൽ, ഈ നോവലിലെ ഈ 2 ടെക്കികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഡയറക്ടർ ഇതിനകത്ത് വരുന്ന കിരൺ ഡോലാക്കിയ, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടൊരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഫണ്ട് തരാം എന്ന് പറഞ്ഞ് 300 കോടിയുടെ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ
ആരെക്കുറിച്ചാണ് ആ സിനിമ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് ഗോഡ്സെയെക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് സംവിധായകൻ പിൻവാങ്ങുകയും പിന്നീട് അയാൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ് ഈ നോവലിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സിനിമ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഗാന്ധി വിഖ്യാതനായ ഒരാളായി തീർന്നത് എന്ന ആ തോന്നലുണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം അത് കേൾക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഗാന്ധിയുടെ ശവസംസ്കാരം നടന്നത് ഹിന്ദു ആചാരപ്രകാരമാണ്. 108 ദിവസത്തെ ദുഃഖാചരണമാണ് ഈ ഹിന്ദു ആചാരപ്രകാരം ഒരു മരണം കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പം അത്തരത്തിലൊരു റിച്വൽ ഈ ഗാന്ധി വധത്തിന് ശേഷം, ഗാന്ധിയുടെ ഭൗതികദേഹം സംസ്കരിച്ചതിന് ശേഷം ദുഃഖാചരണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ അച്ഛനായ മഹാനായ കവി ഹരിവംശറായ് ബച്ചൻ ഈ 108 കവിതകളാണ് ഈ ഓരോ ദിവസവും ഓരോ കവിത വെച്ചിട്ട് എഴുതിയത്. അങ്ങനെ 204 കവിതകൾ അദ്ദേഹം ഈ 108 ദിവസം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ആ കവിതകൾ ഫ്രഞ്ച് അടക്കമുള്ള ലോകഭാഷകളിൽ 18ഓളം ഭാഷകളിൽ അന്ന് തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അറിയാത്ത ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉള്ളിൽ പേറിയ ഒരാളാണ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നത് എന്നുള്ള യാഥാർത്ഥ്യവും അദ്ദേഹം ഉൾക്കൊള്ളാതെ പോയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചരിത്രവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തേണ്ടി വന്നത്. മാത്രമല്ല, ഈ പ്രോട്ടോക്കോളിൻ്റെ പേരിലാണെങ്കിൽ പോലും എല്ലാ ജാനുവരി 30-നും ഒരു പ്രധാനമന്ത്രി ഗാന്ധിയുടെ ശവകുടീരത്തിൽ പോയി പുഷ്പാർച്ചന അർപ്പിക്കുമ്പോഴെങ്കിലും അദ്ദേഹം ഓർക്കണമായിരുന്നു 1947 ജാനുവരി 30-ന് വെടിയേറ്റ് മരിച്ച ആളുടെ ചരമവാർത്ത ലോകം മുഴുവനുമുള്ള പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് വന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, വേറൊരു കാവ്യനീതി കൂടി ആ ഒരു വാർത്തയുടെ പിറകിലുണ്ട്. അത് റൈറ്റ് സഹോദരന്മാരാണല്ലോ വിമാനം കണ്ടുപിടിച്ചത്. ഗാന്ധി വിമാനത്തിൽ യാത്ര ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഒരാളാണ്. ഈ റൈറ്റ് സഹോദരന്മാരിൽ ഒരാൾ വിൽബർ റൈറ്റ് മരിച്ചത് ജാനുവരി 30-നായിരുന്നു. ആ വാർത്ത ലണ്ടനിൽ പോലും ഈ ഗാന്ധി മരിച്ച വാർത്തക്കിടയിൽ മുങ്ങിപ്പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടതായിരുന്നു. അങ്ങനെ പ്രധാനമായ സംഗതികൾ ഒക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുന്ന ഒരാളാണ് പ്രധാനമന്ത്രി എന്നുള്ള ലൈനിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. അപ്പോൾ അത് ഒരു നുണപ്രചരണത്തിന് അടിമയായിപ്പോയ ഒരാൾ, അത്തരം നുണപ്രചരണങ്ങളുടെ വലിയ തിങ്ക് ടാങ്കുകളുടെ ഇടയിൽ പരിശീലനം കിട്ടി വന്ന ഒരാൾ, ഇപ്പോൾ ഗുജറാത്ത് കലാപം പോലുള്ള സംഗതികൾ നടന്നിട്ടും ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് ആളുകൾ പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാൽ പോലും ആ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ രാജിവെച്ച സംസ്കാരമുള്ളൊരു സ്ഥലത്ത് ഒരു വലിയ കലാപം നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരുന്ന ഒരാൾ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാൻ പോലും കൂട്ടാക്കാതിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഫാസിസ്റ്റ് ഹൃദയമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ പറയാനായിട്ട് സാധിക്കും. അത്തരം ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യ അർഹിക്കുന്നില്ല. കാരണം നമ്മുടെ ബഹുസ്വരതയിൽ ഇടകലർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലൊരാളെ വേണ്ട എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് 240 സീറ്റിൽ അത് ഒതുങ്ങിപ്പോയത്. ഫാസിസം 240 സീറ്റിൽ ഒതുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ അത്തരം ജനങ്ങൾ അങ്ങനെ ഒരു അട്ടിമറി ജനങ്ങൾ നടത്തുമെന്നുള്ള ഒരു ചിന്ത പ്രതിപക്ഷത്ത് നിന്നും ഉണ്ടായില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയ ജാഗ്രത ഉള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ന് ഇന്ത്യയിൽ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. രാഷ്ട്രീയ ജാഗ്രത എന്ന് ഞാൻ പറയാൻ കാരണം ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു തീരുമാനത്തിൽ വലിയ രാഷ്ട്രീയ ജാഗ്രതയുള്ള തീരുമാനങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഗാന്ധി വെടിയേറ്റു മരിച്ച ബിർള ഹൗസിൽ നിന്ന് ശവഘോഷയാത്ര യമുനയുടെ തീരത്തേക്ക് സംസ്കരിക്കാൻ വേണ്ടി ആ ഭൗതികദേഹം കൊണ്ടുപോയത് 7 മണിക്കൂറാണ് ആ ഒരു ശവഘോഷയാത്ര പോയത്. ആ 7 മണിക്കൂറിൽ പലതരത്തിലുള്ള തീരുമാനങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനമായൊരു തീരുമാനം, ഈ ബോഡി ഈ തലേന്ന് അത് പൊതുദർശനം വെച്ചപ്പോൾ ഫുൾ കവർ ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. അപ്പം നെഹ്റുവും കൂട്ടരും ഒരു തീരുമാനമെടുക്കുകയാണ്. കാരണം ഈ ഗാന്ധിയുടെ ഭൗതികദേഹം കൊണ്ടുപോകുമ്പോൾ അതിന് പുതയ്ക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ വസ്ത്രം അരയ്ക്ക് താഴെ വരെ പൊതിഞ്ഞിട്ട് ആണ് അത് ശവഘോഷയാത്രയിൽ ആ ബോഡി ഡിസ്പ്ലേ ചെയ്തിരുന്നത്. കാരണം ഈ ഇദ്ദേഹത്തെ വെടിവെച്ച പ്രത്യയശാസ്ത്രം
ആരുടേതാണെന്ന് എന്താണെന്ന് ലോകം കാണട്ടെ, ഇദ്ദേഹത്തിന് ഏൽപ്പിച്ച മുറിവുകൾ ആരാണ് ഉണ്ടാക്കിയതെന്ന് ലോകം അറിയട്ടെ എന്നുള്ള ഒരു രാഷ്ട്രീയ ജാഗ്രത അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഹെൻറി ബ്രസൻ എടുത്ത ആ ശവഘോഷയാത്രയുടെ പടങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ ഗാന്ധിക്കേറ്റ 3 മുറിവുകൾ, ആ രക്തമൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് വലിയ സാമൂഹ്യമായ ഒരു ഓർമ്മയാണ്. ആ ഓർമ്മ ഉള്ളിടത്തോളം കാലം ഫാസിസ്റ്റുകൾക്ക് ഇത്തരം നുണപ്രചരണങ്ങൾ കൊണ്ട് മാത്രമേ ഇവിടെ നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ. ആ യാഥാർത്ഥ്യം ഒരുപക്ഷെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് നിരന്തരം അവർ നുണകളെ ആശ്രയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗാന്ധി വേറൊരു നിലയിൽ രക്തസാക്ഷിയായ ഗാന്ധി ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ, അല്ലെങ്കിൽ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സംഘടനകളെയും മനുഷ്യരെയും പ്രത്യയശാസ്ത്രത്തെയും ഒക്കെ. ഈ നോവലിനകത്ത് വിമൽ വൻസാരെയും ശിവറാം ഗോദ്രയും കൂടി ഒരു ബാറിൽ കയറി അവർ പണം എടുത്തു കൊടുക്കുന്നുണ്ട്. 500 രൂപ എടുത്തു കൊടുക്കുമ്പോൾ ക്യാഷ്ലെസ് എക്കണോമി വന്നാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് എന്നറിയാമോ എന്ന് വിമൽ വൻസാരെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരമായിട്ട് അയാൾ തന്നെ പറയുന്നത്, ക്യാഷ്ലെസ് എക്കണോമി വന്നാൽ ഈ വൃദ്ധനെ, ഈ മഹാത്മാവിനെ നമുക്ക് ഇന്ത്യക്കാർക്ക് ചുമന്ന് നടക്കേണ്ടി വരില്ല എന്നാണ്. അപ്പോൾ ഇത്തരം സൂക്ഷ്മമായ പൊളിറ്റിക്സ് ഈ നോവലിനകത്ത് കടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ മരിച്ച ഗാന്ധിയാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഗാന്ധിയാണ് ഭാവിയിൽ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ മെറ്റഫറായി മാറുന്നത് എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഗാന്ധി വലിയ ഐക്കണാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഗാന്ധി ഇന്ത്യക്കാരുടെ മാത്രം കൺസേൺ അല്ല, അത് ലോകം മുഴുവനുള്ള ജനാധിപത്യ വിശ്വാസികളുടെ ഒരു കൺസേണാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ജീവിച്ചിരുന്ന ഗാന്ധിയേക്കാൾ ഫാസിസ്റ്റുകൾ പേടിക്കുന്നത് കൊല്ലപ്പെട്ട ഗാന്ധിയാണ്. കാരണം അതിന് കൂടുതൽ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പുതിയ പാർലമെൻറ്റ് നിർമ്മിച്ചപ്പോൾ പോലും അവർക്ക് ഗാന്ധിയുടെ പ്രതിമ തന്നെ, പുതിയ പാർലമെൻറ്റിന് മുന്നിൽ 16 അടിയുള്ള പ്രതിമ തന്നെ സ്ഥാപിക്കേണ്ടി വന്നത്. കാരണം അത് അത്ര എളുപ്പത്തിൽ അത് തുടച്ചു നീക്കാൻ പറ്റുന്ന ഒന്നല്ല ഗാന്ധിയൻ ഓർമ്മ എന്ന് പറയുന്നത്. അത് ഒരു വലിയ സമരമാർഗമാണ്. അതിന് ഗാന്ധിയുടെ ഒരു ശരീരത്തിൻ്റെ രൂപം അതിന് കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അത് ഗാന്ധിയുടെ മരണശേഷവും അത് മറ്റൊരു രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരേ സമയം വൈരുദ്ധ്യങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ ഭരണകൂടം അല്ലെങ്കിൽ രാജ്യത്ത് ഗാന്ധിയെ കൈകാര്യം ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടി വരും. കാരണം ഞാനത് പറയാൻ കാരണം, 2021 ഗാന്ധി പീസ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട ഗോരഖ്പൂരിലെ ഗീതാ പ്രസിനാണ്. അപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും, അതായത് കോടിക്കണക്കിന് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട അത്രയും മെറ്റീരിയൽ പുസ്തക രൂപത്തിൽ അച്ചടിച്ചിറങ്ങുന്ന ഒരു സംഘടനയ്ക്കാണ് ഗാന്ധി പീസ് പ്രൈസ് കൊടുക്കുന്നത് എന്നുള്ളത്. അതല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പിന് 2021 അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വേറൊരു നിലയിൽ ഗാന്ധിയെ കൂടി ഹിന്ദുത്വത്തിനോട് ചേർത്ത് വെച്ച് രാഷ്ട്രീയത്തെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമവും കൂടി നടത്തുന്നുണ്ടോ? ഇതൊക്കെ നാളെ പാഠപുസ്തകങ്ങൾ വരുമ്പോൾ ആ കാലത്ത് ആ പുസ്തകം പഠിക്കുന്ന തലമുറയും പഠിപ്പിക്കുന്ന തലമുറയും വിചാരിക്കുക ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഒരു ഗാന്ധിയനായിരുന്നു എന്നായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൂടി ആവാം. കാരണം ചരിത്രത്തെ വലിയ വലിയ നുണങ്ങളുടെ വലിയ കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ മറയ്ക്കാനായിട്ട് ഭാവിയിൽ പറ്റുമെന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവും. പ്രത്യേകിച്ചും RSSൻ്റെ 100ാം വാർഷികം വരുന്ന ഈ കാലയളവിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഒരു വലിയ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജീവിച്ചിരുന്ന ഗാന്ധിയേക്കാൾ അവർ പേടിക്കുന്നത് കൊല്ലപ്പെട്ട ഗാന്ധിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതും കൂടി ഒരു ആശങ്കയാണ് അവരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഗാന്ധിയെ അവർ പേടിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. കാരണം ഗാന്ധിക്ക് എതിരെ വരുന്ന, ഗാന്ധിക്ക് അനുകൂലമായി വരുന്ന എല്ലാ സംഗതികളും സ്വാഭാവികമായി അത് ഫാസിസത്തിനെതിരെയുള്ളൊരു സംഗതിയായി മാറും. അതുകൊണ്ട് ഈ ഗാന്ധിയുടെ ആളായി നിൽക്കുക എന്നുള്ളത് കൂടി ഒരു തന്ത്രമാണ്. ഗാന്ധിക്കെതിരായി ഉള്ളിൽ നിൽക്കുമ്പോഴും പുറത്ത് ഗാന്ധിക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ളൊരു തന്ത്രം, അത് ഫാസിസ്റ്റുകളുടെ ഈ നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വ്യാജ ദേശീയത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഒരു സാംസ്കാരിക ദേശീയത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയിലൂടെയാണ് ഗാന്ധി അറിയപ്പെട്ടതെന്ന് പറയുന്നത് പോലെ സിനിമ ഒരു പ്രധാന മാധ്യമമായിട്ട്
ഈ ഹിന്ദുത്വ ഐഡിയോളജി പുതിയ അന്നും കാണുന്നുണ്ട്. നാടക കമ്പനികളെക്കുറിച്ച് ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അന്ന് രൂപം കൊടുക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് മൊത്തത്തിൽ ഹിന്ദുത്വത്തെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ. ഇപ്പോൾ സിനിമയെ പുതിയ ഇന്ത്യയിലേക്ക് നോക്കിയാൽ ഇത്തരം അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതി എന്ന് കരുതപ്പെട്ടിരുന്ന ചരിത്രം പ്രതികളാണ് എന്ന് കരുതപ്പെട്ടിരുന്ന ആളുകളെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി വേറൊരു നിലയിൽ സിനിമയിലൂടെ അവതർമ്മിക്കുന്ന ഒരു ഇന്ത്യയെ നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ ഈ പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു ശക്തി ഫാസിസ്റ്റുകൾ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലറുടെ കാലത്ത് പോലും അത്തരം പ്രൊപ്പഗാൻഡ സിനിമകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് വരെ 20ഓളം സിനിമകളാണ് ഫാസിസ്റ്റുകൾ തിരക്കഥയാക്കിക്കൊണ്ടിരുന്നത്. അതിൽ പല സിനിമകളും പുറത്ത് വരികയുണ്ടായി. ചില സിനിമകളൊക്കെ ഓടി, ചില സിനിമകൾ ഇപ്പോൾ സവർക്കറെ കുറിച്ചുള്ള സിനിമകളെക്കുറിച്ചൊക്കെയുള്ള ധാരാളം വാർത്തകളും ഒക്കെ നമ്മൾ അനുദിനം വായിക്കുന്നുണ്ട്. ഇപ്പോൾ സവർക്കർ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു പുതിയൊരു സവർക്കറുടെ സിനിമ സൗത്ത് ഇന്ത്യൻ നടനെ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, RSSൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് RSSൻ്റെ വ്യാജ ചരിത്രം പറയുന്ന ഭാഗവതജ് എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു. ആ സിനിമ എഴുതുന്നത് രാജമൗലി എന്ന് പറയുന്ന ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും അച്ഛൻ തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവർ ഒരു പാരിതോഷികമായിട്ട് കൊടുത്തത് രാജ്യസഭ അംഗത്വമാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പോപ്പുലർ കൾച്ചറിൽ അവർ ഭീകരമായി ഇടപെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭീതി പൊതുവെ ആ പോപ്പുലർ കൾച്ചറിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഒരു വലിയ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത് ഞാൻ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് അതിലൊരു പേർഷ്യൻ വാദ്യോപകരണം ഉപയോഗിക്കാമെന്ന്, പേർഷ്യൻ സന്തൂർ ഉപയോഗിക്കാമെന്ന് ഡയറക്ടർ ഒരു നിർദ്ദേശം പറഞ്ഞ സമയത്ത് അതിൻ്റെ സംഗീത സംവിധായകൻ ചോദിച്ചത് അത്തരത്തിലുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചാൽ കുഴപ്പമാകുമോ എന്നാണ്. കാരണം അതൊരു പേർഷ്യൻ ഉപകരണമായതുകൊണ്ട് ഒരു ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള അല്ല അന്യ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലും ഉപയോഗിക്കാൻ ആശങ്ക ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ പോലും ഇവർ കടന്നുകയറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ബോളിവുഡ് എന്ന് പറയുന്ന ഒരു ഫിലിം ഡമ്മിനെ മുംബൈയിൽ നിന്ന് പറിച്ച് UPയിലേക്ക് നടുന്ന പ്രവർത്തനങ്ങൾ ഓൾറെഡി നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ജനകീയ അട്ടിമറി ഉണ്ടാകുന്നത്. ജനങ്ങൾക്ക് ഇവരെ വേണ്ട എന്നുള്ള കാര്യം ജനങ്ങളെക്കാൾ മുമ്പേ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നാം കാണുന്ന ഒരു തൂക്കുമന്ത്രിസഭ പോലുള്ള ഒരു ഭരണകൂടം. കാരണം എപ്പോഴും നിലം പൊത്താം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അത് ഞാൻ ഒരു ഒപ്റ്റിമിസ്റ്റൊക്കെ ആയിട്ട് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്ന 2 കക്ഷികളുടെ നേതാക്കന്മാർ അവർ മുഖ്യമന്ത്രിയായി അവരുടെ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ ബില്ലുകൾ അവതരിപ്പിച്ച ആളുകളാണ്. മാത്രമല്ല പഴയൊരു സോഷ്യലിസ്റ്റ് കൾച്ചർ ഇപ്പോഴും അവരുടെ ഉള്ളിൽ അതിൻ്റെ ഒരു സ്പാർക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് എപ്പോഴെങ്കിലും അവർക്ക് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരു പോയിന്റ് വരുമ്പോൾ അവർ ആ ഒരു കുപ്പായം എടുത്ത് അണിയും. അപ്പോൾ ഈ മന്ത്രിസഭ വീഴുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിംസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് കാശ്മീരിലെ കുപ്വാരയിൽ നിന്നുള്ള ആബിയ മഖ്ദൂമി എന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഒരു ഭാഗത്ത് ചരിത്രത്തിൽ ഗാന്ധി കൊല്ലപ്പെടുന്നു. സമകാലിക ഇതിനകത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആബിയയുടെ കൊലപാതകത്തിലാണ്, അല്ലെങ്കിൽ ആ 9mm ബെരേറ്റ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കൊലപാതകത്തിലാണ് നോവൽ അവസാനിക്കുന്നതും രക്തസാക്ഷിത്വം സ്വാതന്ത്ര്യ സമരമാണ് എന്ന ഒരു വാക്യത്തിലാണ് ഈ നോവൽ അവസാനിക്കുന്നത്. എന്തുകൊണ്ട് കാശ്മീരിലെ തന്നെ പെൺകുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇതിനകത്ത് നോവലിൻ്റെ സമകാലിക ഭൂപടത്തിൽ വന്നു എന്നുള്ളത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അതുപോലെ വിഭജന കാല ഇന്ത്യയുടെ ചരിത്രത്തിലും കാശ്മീരികളും കാശ്മീരും ഒരു പ്രധാന ചരിത്ര സംഭവമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ കാശ്മീരിനെ കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത് ഇന്ത്യയുടെ ഒരു പ്രധാന ഭൂപ്രദേശം എന്നതിനപ്പുറത്ത് അത് ഒരു കൾച്ചറൽ ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരു വലിയ ഇടമായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോൾ കാശ്മീരി ഞാൻ ഇതിൽ പ്രത്യേകിച്ചും ആ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ
കൾച്ചർ എങ്ങനെയാണ്. ഇപ്പോൾ കാശ്മീരി പരവതാനികൾ ഇല്ലാത്ത വീടുകൾ മരിച്ച വീട് പോലെയാണ് എന്നുള്ള പ്രയോഗം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ക്രാഫ്റ്റ് പോലും അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കുന്ന ഒരു പരവതാനി പോലും എങ്ങനെയാണ് ഒരു വലിയ കൾച്ചറിനെ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ അത്തരത്തിലുള്ള കൾച്ചറിനെ നശിപ്പിക്കാനാണ് ഫാസിസ്റ്റുകൾ ആദ്യം ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു നോവലിൽ വരുമ്പോൾ ഒരു പ്രധാന കഥാപാത്രം കാശ്മീരിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി പറയാൻ ഒരു എളുപ്പമുണ്ട്. മാത്രമല്ല ഒരു വിദ്യാർത്ഥി വരുമ്പോൾ JNU പോലുള്ള വലിയ രാഷ്ട്രീയ ജാഗ്രതയുള്ള ആളുകളെ നിർമ്മിച്ച ഇന്ത്യയുടെ ഭാവിയെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ക്യാമ്പസിൽ നിന്നൊരു കഥാപാത്രം ഈ നോവലിൽ വരുമ്പോൾ അതിന് വേറെ ശക്തമായ മറ്റൊരു മാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് കാശ്മീരിൻ്റെ കഥ കൂടുതലായിട്ട് കാശ്മീരിലെ ഭരണകൂട ഭീകരതയെ ഒക്കെ കൂടുതലായിട്ട് അടയാളപ്പെടുത്താൻ ആ കഥാപാത്രത്തിലൂടെ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആബിയ മഖ്ദൂമി എന്ന ഒരു കഥാപാത്രം ഇതിൽ വരാൻ ഇടയായത്. അത് എന്നെ സംബന്ധിച്ച് അത് ഒപ്പം തന്നെ കാശ്മീരിന് ഒരു പീഡിതരുടെ ഒരു വലിയ ലോകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അവരുടെ കുടുംബം. അതെ. അപ്പോൾ അത് എപ്പോഴും ഈ ഭരണകൂടം അവിടെ ഇപ്പോൾ പെല്ലറ്റ് ഗണ്ണുകൾ പോലുള്ള കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കുന്ന ആയുധങ്ങൾ നിരന്തരം ഒരു ജനതയ്ക്ക് മേലെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. കാശ്മീരികളെ ഇന്ത്യക്കാരായി കൺസിഡർ ചെയ്യാത്തൊരു ഭരണകൂടത്തെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കേണ്ട അവസ്ഥ പോലുമുണ്ട്. കാരണം നിരന്തരം അവരാക്രമിക്കപ്പെടുന്നൊരു ജനതയായിട്ട് മാറുകയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള കൃതികൾ നിരോധിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു അനവധി കാര്യങ്ങൾ വരുന്നു. അവരുടെ കലാവിഷ്കാരങ്ങളിൽ പോലും ഇടപെടുകയാണ്. അവരുടെ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്നു. അപ്പോൾ അവർക്ക് ലോകത്തോട് അവരുടെ ഫ്ലൈറ്റ് പറയാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു അവസ്ഥയെ ചിത്രീകരിക്കാനായിട്ട് അവിടെ നിന്നുള്ള ഒരാൾ ഈ നോവലിൽ അനിവാര്യമായിരുന്നു. ആ ഒരു അനിവാര്യതയുടെ ഭാഗമായിട്ടാണ് ആബിയ മഖ്ദൂമി എന്ന കഥാപാത്രം ജനിച്ചത്. ഒപ്പം തന്നെ ഇപ്പോൾ കലാവിഷ്കരണങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ നോവലാണ്. ഈ നോവലിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ഗോദ്രയിൽ നിന്ന്, പക്ഷേ ഇതിനകത്തൊരു മലയാളി എഴുതിയ നോവൽ എന്ന നിലയിൽ ഇതിനകത്തൊരു മലയാളി കഥാപാത്രം മാത്രമേ വരുന്നുള്ളൂ. അത് വിനോദിൻ്റെ നാടുകൂടിയാണ് എന്നെനിക്ക് തോന്നുന്നു. എലത്തൂരിൽ നിന്നുള്ള ദീപേഷ് അടിയോടി എന്ന് പറയുന്ന ആൾ മറ്റൊരു പേരിലാണ്, അല്ലെങ്കിൽ അടിയോടി എന്ന പേര് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കലാകാരനാണ് വരുന്നത്. അദ്ദേഹം ഈ നോവലിൽ ആത്മഹത്യ ചെയ്യുക കൂടിയാണ്, ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു മലയാളി എന്ന ചോദ്യം ചോദിച്ചാൽ, ഒരു മലയാളി സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളിലും ഒരു മലയാളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഗാന്ധിയുടെ ജീവിതമെടുത്താലും നമ്മുടെ ബാബറി മസ്ജിദ് പൊളിക്കാനിടയായ സംഭവം എടുത്താലും അവിടെയൊക്കെ ഒരു മലയാളി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യയുടെ ചരിത്രം പറയുന്ന ഒരു കാലഘട്ടം പറയുന്ന ഒരു നോവലിൽ ഒരു മലയാളി, ചന്ദ്രനിൽ പോയാലും മലയാളി ഉണ്ടാവുമെന്ന് നമ്മൾ ഒരു ഇപ്പോൾ പറഞ്ഞ് ക്ലീഷയായ ഒരു സംഗതിയാണെങ്കിലും അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു മലയാളി അതിലുണ്ടാവേണ്ടത് ഒരു അനിവാര്യതയായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നത്. അത് ഈ നോവലിൻ്റെ നെറേറ്റീവായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ് അത് എഴുതി വന്നപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അത് ദീപേഷ് അടിയോടി എന്നാണ് സത്യത്തിൽ ആ കഥാപാത്രത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കാമുകിക്ക് അത് കൃത്യമായി ഉച്ചരിക്കാൻ പറ്റാത്തത് ദീപേഷ് അതിയോഗിയായി പോയതാണ്. അപ്പോൾ അത് പിന്നീട് അദ്ദേഹം ഒരു ചിത്രകാരൻ എന്ന നിലയ്ക്കൊരു തൂലികാ നാമമായിട്ട് അത് കൊണ്ടുവന്നതാണ്. പിന്നെ അതിൽ എലത്തൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എലത്തൂർ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. ഞാൻ അധികം ഒന്നും അവിടെ പോയിട്ടില്ല എങ്കിൽ പോലും അത് പ്രിയപ്പെട്ട സ്ഥലമായി മാറാൻ ഒരു കാരണം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഉള്ള ഒരു പ്രണയം, ആ പ്രണയിനിയുടെ വീട് എലത്തൂരായിരുന്നു. ഞാൻ അങ്ങോട്ട് മാത്രം പ്രണയിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവരെ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്ഥലത്ത് പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഞാൻ ബീഹാറിൽ ജനിച്ച് ഡൽഹിയിൽ ജോലി ചെയ്ത് പിന്നീട് ഒറീസയിൽ കുറച്ചു കാലം താമസിച്ച് പിന്നെ ബോംബെയിലേക്ക് വന്ന് പിന്നെ അങ്ങനെ എനിക്ക് എൻ്റെ ഒരു കുട്ടിക്കാല ഓർമ്മ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരാളുടെ എഴുത്തുകാരൻ രൂപപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല ഓർമ്മകളായിരിക്കും. നമ്മൾ നിരന്തരം ആ കുട്ടിക്കാലത്ത് കണ്ടൊരു മരം, അല്ലെങ്കിൽ നിരന്തരം കണ്ടൊരു പുഴ, അല്ലെങ്കിൽ നിരന്തരം ഇടപഴകിയൊരു
കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മൾ നിരന്തരം കണ്ട ഒരു ഉത്സവം, അല്ലെങ്കിൽ ഒരു മരം, ഒരു അങ്ങനെ അല്ലെങ്കിൽ ആ ഇവിടുത്തെ കാറ്റ്, ഈ ഇങ്ങനെയുള്ള ജോഗ്രഫിയും മനുഷ്യരും സംസ്കാരവും ഒക്കെ ചേർന്ന ഒരു ഒരു സംഗതിയാണ് സത്യത്തിൽ ഒരാളുടെ ക്രിയേറ്റിവിറ്റിയെ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ഓർമ്മയിൽ നിന്നാണ് നാം എപ്പോഴും ഒരു ഭാവിയെ നിർമ്മിക്കാനുള്ള പദ്ധതിയായിട്ട് നമ്മുടെ കാലാവിഷ്കാരങ്ങളെ മാറ്റുക. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്ഥലമില്ല കൃത്യമായിട്ട്, അങ്ങനെ ഒരു മരമില്ല, അങ്ങനെ ഒരു കാലാവസ്ഥയില്ല. അപ്പോൾ അത് ഒരു ഡ്രോബാക്കാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്. അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന്, എൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നാണ് ഇത്തരം കാലാവസ്ഥയും മരങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ പിടിച്ചെടുക്കുന്നത്. അത് ഒരു സൂത്രപ്പണിയായിട്ടാണ് ഞാൻ ഈ നോവലിൽ കൊണ്ടുവന്നത്. ഒപ്പം തന്നെ ഈ മനുഷ്യന്മാരെ വ്യത്യസ്ത തരത്തിൽ ആവിഷ്കരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പല മെറ്റഫറുകൾ വരുന്നുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലക്സ് സോപ്പ് എന്നുള്ളത്. ഇതിനകത്ത് ലക്ഷ്മൺ ഗാവന്തിൻ്റെ ഭാര്യ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോഴും പിന്നീട് അവരുടെ വായിലേക്ക് കുത്തിക്കയറ്റിയ ലക്സ് എന്ന് പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. നീ ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു തരത്തിൽ ഒരു സോപ്പിനെ അതിൻ്റെ ഒരു ഇതായിട്ട് മെറ്റഫറായിട്ട് ഉപയോഗിക്കുന്ന അത് പ്രത്യേക പേര്, അതെന്തുകൊണ്ടാണ് അതങ്ങനെ? ഞാൻ ഈ ഇന്ത്യൻ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഡോക്യുമെൻ്റൊക്കെ പരിശോധിച്ച സമയത്ത് യാദൃച്ഛികമായിട്ട് ഈ വിഭജന കാലത്ത് ഉള്ള ഒരു നടന്ന ആളുകളുടെ സങ്കടങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു എക്സിബിഷൻ കാണാനിടയായി. ആ എക്സിബിഷനിൽ വിഭജന കാലത്ത് എൻ്റെ ഓർമ്മകൾ പേറുന്ന വസ്തുക്കളുടെ ഒരു എക്സിബിഷനായിരുന്നു. അത് നമ്മുടെ സംവിധായിക പേര് മറന്നു, അവർ നന്ദിതദാസിൻ്റെ അച്ഛൻ പെയിൻ്ററാണെന്ന് അറിയാം. അപ്പോൾ നന്ദിതദാസും അച്ഛനും കൂടി നടത്തിയൊരു എക്സിബിഷനാണ്, മുംബൈയിലായിരുന്നു ആ എക്സിബിഷൻ നടന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എഴുത്തിൻ്റെ ഒരു ഭ്രാന്തൻ അവസ്ഥയിൽ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ ഇതിൻ്റെ നോട്ടീസ് കാണാനായിട്ട് ഞാൻ ആ എക്സിബിഷൻ കാണാൻ പോയി. അപ്പോൾ ആദ്യത്തെ ദിവസം അവിടെ 5-6 സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അവർ കിട്ടിയത് മാത്രം അവിടെ പ്രദർശിപ്പിക്കുകയും ഇത്തരം ഓർമ്മകളുള്ള ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാം 7 ദിവസം നടക്കുന്ന എക്സിബിഷൻ എന്നായിരുന്നു അതിൻ്റെ ഒരു നോട്ടീസ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഈ സാധനങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ അവിടെ പോയ സമയത്ത് എല്ലാം വിഭജനത്തിൻ്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. അന്ന് ആളുകൾ ഈ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകുമ്പോൾ ഉപയോഗിച്ച പെട്ടി, ചെരുപ്പ്, അങ്ങനെ ഒരു അവസാന ദിവസം ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു ചെരുപ്പുണ്ട്, തേഞ്ഞ് തീർന്നൊരു ചെരുപ്പ്. അപ്പോൾ ഞാൻ ഓർത്തത് ഒരു ചെരുപ്പുള്ളൂ, സാധാരണഗതിയിൽ 2 ചെരുപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ചെരുപ്പ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തത് ഇത് ഇന്ത്യയിലേക്ക് വന്ന ഒരാളുടെ ചെരുപ്പാണ്, ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ചെരുപ്പിൻ്റെ ബാക്കി പാകിസ്ഥാനിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് രാജ്യം 2ആയി തീരുമ്പോൾ ഉണ്ടാവുന്ന സംഗതി ഈ ലക്സിൻ്റെ കാര്യത്തിലുമുണ്ട്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണല്ലോ ലക്സ് സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് രാജ്യം 2ആയപ്പോൾ പാകിസ്ഥാൻ ലിവർ ആയതും ഒറ്റ രാത്രി കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഗീതം. അപ്പോൾ അത് കൊണ്ടാണ് ഈ മനോരമ സാൽവിയെ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും ആ സോപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ച് താജ് ഹോട്ടലിലിരുന്ന് നാരായണ ആപ്തെ മനോരമ സാൽവിയോട് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുന്നത്. അതേ ഹിസ്റ്ററിയുടെ ഒരു ആവർത്തനം എന്ന രീതിയിൽ ആധുനിക ഇന്ത്യയിൽ, സ്വതന്ത്രാന ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് ഉൽപ്പന്നം ഒരു ദേശീയതയുടെ, വ്യാജ ദേശീയതയുടെ പ്രതീകമായി തീരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡിപ്പിക്ഷൻ ആയിട്ടാണ് ഈ നേരത്തെ ഈ സോപ്പ് വീണ്ടും ഈ ഫാസിസ്റ്റ് കഥാപാത്രം ആ ദളിത് കഥാപാത്രത്തിൻ്റെ വായിൽ ഈ സോപ്പ് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണമായിട്ട് വന്നു. അതുപോലെ ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ദളിത് കഥാപാത്രങ്ങൾ അതൊരു റെപ്രസെൻറ്റേഷനായിട്ട് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അവർ ഒരേ സമയം പീഡിതരായിത്തീരുകയും അതേസമയം തന്നെ ആക്രമിക്കാൻ ഒരു ടൂളായി മാറുകയും ചെയ്യുന്ന, ഹിന്ദുത്വത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ടൂളായി മാറുകയും ചെയ്യുന്ന 2 നിലയിൽ തന്നെയാണ് ഇതിനകത്ത് കഥാപാത്രങ്ങളെ ചെയ്തത്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ അതിനെ ചേർത്ത് വെച്ച് ഷെയ്ഡ് ചെയ്യുകയാണോ അതുണ്ടായത് ഈ നോവലിൽ? ഇത്തരം ദളിത് കഥാപാത്രം ഞാൻ സത്യത്തിൽ ഈ ഇന്ത്യൻ ദളിത് അവസ്ഥ, സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പറയുമ്പോൾ, വിഭജനത്തിൻ്റെ കഥ പറയുമ്പോൾ, ഗാന്ധി വധം പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ എനിക്ക് ഇത് ഒരു ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ള ദളിത് അവസ്ഥകൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. ആ ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ട് കിട്ടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഗോഡ്സെ കണ്ട സിനിമ ഏതാണ് എന്ന് ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മെട്രോ തിയേറ്ററിലൊക്കെ പോയ സമയത്ത് ഞാൻ അവിടെ നിരാശനായിട്ട് തിരിച്ചു വരുമ്പോൾ ആ മെട്രോ തിയേറ്ററിന് മുന്നിൽ ഒരു ചെരുപ്പ് കുത്തിയിരിക്കുന്നത് താമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാനിടയായപ്പോൾ എനിക്ക് എന്തെങ്കിലും ഈ ലേമാനോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ രേഖപ്പെടുത്താത്ത
ചരിത്രം ജീവിക്കുന്ന ആളുകളാണ് ഈ സാധാരണ മനുഷ്യരെന്ന് പറയുന്നത്. അവർ സ്വയമേ ഒരു ഹിസ്റ്റോറിക്കൽ പുസ്തകമായിരിക്കും. അപ്പോൾ അവരുടെ സാമൂഹികമായ ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇവിടെ വീണ്ടും വന്നിട്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തന്നെ ഇരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ച. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ജയിലിലായിരുന്നു എന്നാണ്. കാരണം ഫാസിസ്റ്റുകളുടെ വലയിൽപ്പെട്ട് അദ്ദേഹത്തെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെ ജയിലിലാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട്. ആ അനുഭവം ഇതാണ്, ഗോഡ്സെ കിടന്ന ജയിലിലാണ് തോന്നും ഞാൻ കിടന്നത് എന്നാണ് അവരെന്നോട് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഗോഡ്സെ ഒരു വീരപുരുഷനായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ അവർ അവതരിപ്പിക്കേണ്ടത്. പക്ഷേ ഒരു ജയിലിലെ അനുഭവം കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം ഒരു ഗാന്ധിയനായി മാറുകയാണ് ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹം പറഞ്ഞൊരു അനുഭവം എന്ന് പറയുന്നത്, അവിടെ രാത്രികാലങ്ങളിൽ ഈ ജയിലിൻ്റെ അകത്തെ നിലത്ത് വിള്ളലുകളുണ്ട്. ആ വിള്ളലുകളിൽ നിന്ന് ഉറുമ്പുകൾ വന്ന് ഇദ്ദേഹത്തെ കടിക്കും. അപ്പോൾ അത് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ആഴ്ചയിൽ ഒരിക്കലാണ് ഈ കുളിക്കാനായിട്ട് സോപ്പ് നൽകുക ഇവർക്ക്. അപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു സൂത്രം എന്ന് പറയുന്നത്, നഖം നീട്ടാൻ തുടങ്ങി. എന്നിട്ട് കുളിക്കാൻ കൊടുക്കുന്ന സോപ്പ് ഈ നഖത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരഞ്ഞുകൊണ്ട് ഒളിപ്പിച്ച് കടത്തിയിട്ട് ഈ ഓട്ട അടയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തത് ഈ ലെക്സ് സോപ്പിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ ആ സോപ്പ് ഇപ്പോഴും പല രൂപത്തിൽ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു സോപ്പ് ഇതിലൊരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന ഒരു കമ്പനി സത്യത്തിൽ 1947 ഇന്ത്യയിൽ യൂണിലിവർ എന്ന പേരിലാണ് വന്നിരുന്നത്, അറിയപ്പെട്ടിരുന്നത്. ഈ നോവലിൽ അത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നാണ് പറയുന്നത്. ലിവർ എന്നുള്ളത് യൂണിലിവർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ആൾ ഇത് വായിച്ചിട്ട് എന്നോട് ചോദിച്ചു, 1954 യൂണിലിവർ ഇവരായിട്ടൊരു കൊളാബറേഷൻ വരുന്നത്, നിങ്ങൾ എന്താണ് 1947 കഥാപാത്രം ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ യൂണിലിവറിൻ്റെ സൈറ്റിൽ പോയിട്ടുണ്ടാവും. ഈ സൈറ്റിൽ കാണുന്നതൊക്കെ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്റ്റാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. എനിക്ക് തെറ്റിയിട്ടില്ല. കാരണം മൃഗക്കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡച്ച് കമ്പനിയാണ് യൂണി എന്ന് പറയുന്നത്. അന്ന് ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ സൊസൈറ്റി ആണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വാസന സോപ്പുകൾ, അതായത് ബ്യൂട്ടി സോപ്പാണത്, അതൊരു ടോയ്ലറ്റ് സോപ്പല്ല എന്ന് നാം മനസ്സിലാക്കണം. ആ ബ്യൂട്ടി സോപ്പ് ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള വരേണ്യവർഗ്ഗങ്ങളാണ്. സാധാരണ മനുഷ്യർ ഈ നമ്മളെ അലക്ക് സോപ്പ് പോലുള്ള സംഗതികളാണ് കുളിക്കാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരു കൾച്ചർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ വരേണ്യവർഗ്ഗം ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൽ മൃഗക്കൊഴുപ്പുണ്ട് എന്നറിഞ്ഞാൽ അവരത് വാങ്ങാനുള്ള സാധ്യത കുറവാണ്. ഇത് കോർപ്പറേറ്റുകൾക്കറിയാം. ഇത് മനസ്സിലാക്കാതെയാണ് ഇദ്ദേഹം എന്നോട് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. ആ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റില്ല. ഞാനിത് ഇവിടെ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇനി ആരെങ്കിലും അത് വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇദ്ദേഹത്തിന് തെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കും. ആ ചിന്ത ആസ്ഥാനത്താണ്, ആ ചിന്ത തെറ്റാണ് എന്ന് കൂടി സ്ഥാപിക്കാനാണ് ഞാനിത് അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്. തീർച്ചയായും ഇതൊരു ഈ എഴുത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഇതിൻ്റെ ഒരു വായന അതിന് മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംവാദം മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. എങ്കിലും ഇതിൻ്റെ ഒരു നോവൽ എഴുതിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അപൂർവമായ അനുഭവങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും രാഷ്ട്രീയ ജാഗ്രത പുലർത്തേണ്ടത് ഉണ്ട് എന്നതിനെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു മഹാഖ്യാനങ്ങളിലൊന്നാണ്. അപ്പോൾ ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ ഇത് എഴുതിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിനിമയങ്ങളിൽ, വായനക്കാരുമായിട്ടുള്ള വിനിമയങ്ങളിൽ എന്തെങ്കിലും അപൂർവ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? അനവധി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലൊരു പലചരക്ക് കട തുടങ്ങാൻ മാത്രം സാധനങ്ങൾ ഞാൻ ഈ പുസ്തക ചർച്ചയ്ക്ക് പോയപ്പോൾ മലബാറിൽ നിന്നും അതുപോലെ കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെയുള്ള ആളുകളുടെ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പയ്യന്നൂരൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ പയ്യന്നൂരിൽ നിന്ന് എന്നെ വണ്ടി കയറ്റി വിടാൻ വന്ന ആളുകൾ ടിക്കറ്റ് എടുക്കാതെ എൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിട്ട് കണ്ണൂരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നോവലിലെ കഥാപാത്രങ്ങളെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെ അത് മാത്രമല്ല, ഞാനും ഗോപിച്ചേട്ടനുമായിട്ടുള്ള ഒരു ചർച്ച പയ്യന്നൂർ അവിടെ സാഹിത്യ ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്ന സമയത്ത് തിരൂരിൽ നിന്നൊരു കുടുംബം എന്നെ കാണാൻ വേണ്ടി, ഒരു പർദ്ദ ഇട്ടിട്ടുള്ള ഒരു സ്ത്രീയും ഒരു ഭർത്താവും. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഓൾറെഡി നിങ്ങൾ ഇത്രയും ദൂരം എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അല്ല, ഞങ്ങൾ നാളെ ഗൾഫിലേക്ക് പോകാനിരിക്കുകയാണ്, ഞങ്ങൾ അവധിക്ക് വന്നതാണ്, അപ്പോഴാണ് നിങ്ങൾ ഇവിടെ വരുന്നത് അറിഞ്ഞത്, നിങ്ങളെ കാണണമെന്ന് ഞങ്ങൾ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ കെട്ടിപ്പിടിക്കാനുണ്ടായത്. അപ്പോൾ അത് അവരുടെ തീവണ്ടി സമയം കഴിഞ്ഞും അവർ എന്നെ കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ
അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഇന്ത്യയുടെ ഒരു സോൾ തൊട്ടു എന്നാണ്. അത് കാരണം ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ അവർക്ക് കൊണ്ടു നടക്കാനുള്ളൊരു ബൈബിളായിട്ട് ഞാൻ എഴുതിയ ഒരു ചെറിയ കൃതി മാറുന്നു എന്നുള്ളൊരു വലിയ ആഹ്ലാദമാണ് എനിക്ക് ഈ കൃതി എഴുതിയതിന് ശേഷം ഈ മനുഷ്യപ്പറ്റുള്ള ആളുകൾ തന്ന ഏറ്റവും വലിയ അവാർഡ്. അന്യമത വിദ്വേഷത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും ഒരു കാലത്താണ് ഒരുപക്ഷെ ഈ നോവൽ ആലോചിച്ചിട്ടുണ്ടാവുക. ഈ നോവലിൻ്റെ വായന തുടരുന്നതിനിടയിൽ തീർച്ചയായും ഒരു ഗാന്ധിയൻ ആശയം ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഒന്നിച്ച് ജീവിക്കാനുള്ള, എല്ലാവരോടും പരസ്പര സൗഹൃദത്വത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സെക്കുലർ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ സാധ്യമായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. നമസ്കാരം.